ഹലോ ഗായ്സ്, അപ്പം ഞാൻ അതുല്യ ശ്രീലക്ഷ്മി. അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. വിഷുവിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ആണ് ഗൈസ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരണം എന്നല്ലേ ഗൈസ്. അപ്പം നമുക്ക് വീഡിയോസ് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയ സ്റ്റുഡിയോയിലേക്കായിരുന്നു. സ്റ്റുഡിയോന്ന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സ് എടുത്തു. ഞാൻ ഒരെണ്ണം എടുത്തു. അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസും അവിടെ നിന്ന് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫുഡൊക്കെ കഴിച്ച് വീണ്ടും പർച്ചേസ് ചെയ്ത്. കാരണം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഫുൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫുൾ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കാരണം മോർണിംഗ് തന്നെ അവിടെ എത്തിയിട്ട് മോർണിംഗ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതായത് നൈറ്റിലാണ് വീട്ടിലെത്തിയത്. കാരണം കംപ്ലീറ്റ് അന്ന് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വിഷു മാത്രമല്ല ഉണ്ടായിരുന്നത്, അടുത്ത റിലേറ്റീവ്സിൻ്റെ മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതേപോലെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കെല്ലാം കൂടെ വാങ്ങിക്കാനായിട്ട് ആ ഒരു ഡേ ആണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് മോർണിംഗ് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. നൈറ്റിലാണ് പിന്നെ തിരിച്ചെത്തിയത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ അമ്മ സെലക്ട് ചെയ്തു. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് കയറിയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാം ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ വിചാരിച്ച ഡിസൈന്, അതേപോലെ തന്നെ പാറ്റേൺ, കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് തന്നെ കിട്ടണമെന്നില്ലല്ലോ. നമ്മൾ മറ്റുള്ള ഷോപ്പുകൾ കയറി, മോളിൽ കയറിയൊക്കെയാണ് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗൈസ്, നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഷോപ്പിംഗ് മൂഡ്, ഷോപ്പിംഗ് വൈബൊക്കെ ഇഷ്ടമുള്ള ആളെ കൂടെ പോകുന്നതായിരിക്കും കേട്ടോ ബെറ്റർ ഉണ്ടാവുക. കാരണം കുറച്ച് പേഷ്യൻസ് വേണം. ഈ ഡ്രസ്സായാലും നമ്മൾ ഈ ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് നോക്കി ആവശ്യമുള്ളത് വാങ്ങിയെടുക്കണം എന്നൊക്കെ കുറച്ച് ടൈം എന്തായാലും എടുക്കും ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂടെ പോകുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് എടുക്കുന്ന ആളാണോ ഗൈസ്? ഡ്രസ്സായാലും എന്തായാലും മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി എടുക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയാണോ ഗൈസ്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. കാരണം അവരെ മനസ്സിൽ അവർ ഷോപ്പിംഗ് ചെയ്യാൻ വരുന്ന സമയത്ത് അവരെ മനസ്സിൽ പാറ്റേണും ഡിസൈനൊക്കെ വേറെ ആയിരിക്കും. പക്ഷേ മറ്റുള്ളവർ പറയാം ഇത് നിനക്ക് കൊള്ളാമെന്ന് പറയുന്നപ്പോഴത്തേ എടുത്ത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അവർ പറയാം അയ്യോ എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പർച്ചേസ് ചെയ്തു. അപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടാവും എന്നല്ലടാ, ലേറ്റായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം നല്ല ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് ലഗേജൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാൻ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയിട്ടോ ഗൈസ്. കാരണം വീട്ടിലെത്തുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആവും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അടുത്ത വീഡിയോ കാണുന്നവരേറ്റവും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.